എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിക്കടുത്തുള്ള പൂത്തുണ്ട് എസ്റ്റേറ്റിലാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് എസ്റ്റേറ്റെല്ലാം ഒന്ന് കണ്ടു. ഇനി ഷൂട്ട് കാര്യങ്ങൾ നാളെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗശല്യമുള്ള ഒരു ഏരിയയാണിത്. കാരണം ഇവിടെ ഫോറസ്റ്റൊക്കെ അടുത്ത് തന്നെയാണ് ഉള്ളത്. ഇത് ഫോറസ്റ്റ് ഏരിയയും കൂടെയാണ് നെല്ലിയാമ്പതി. അപ്പോൾ നമുക്കിവിടെ ആനശല്യം, അതുപോലെ തന്നെ കുരങ്ങ്, പിന്നെ മാൻ, ഇതൊക്കെയാണുള്ളത്. ആനശല്യം വന്നാൽ തന്നെ അറിയാം നമ്മുടെ ഇവിടെ സ്പ്രിങ്ക്ലർ സിസ്റ്റം ചെറിയ റിസ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആനശല്യം ഉള്ളിടത്തും അല്ലെങ്കിൽ വന്യമൃഗം, പന്നി, എന്തായാലും ആയിക്കോട്ടെ, ശല്യം ഉള്ളിടത്ത് എങ്ങനെ ഒരു സ്പ്രിങ്ക്ലർ സിസ്റ്റം നമുക്ക് മൂവബിളായിട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണ സഹിതം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു തോട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു സിസ്റ്റം എങ്ങനെ ചെയ്തിരിക്കുന്നു, ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥർക്ക് എങ്ങനെ അത് പ്രോഫിറ്റബിളായി മാറി എന്നുള്ള സകല കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് കവർ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതോടൊപ്പം തന്നെ നമ്മുടെ മൈക്രോസിൻ്റെ ഓണർ നമ്മുടെ വെങ്കടരാമൻ സ്വാമി നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം അങ്ങനെ തോട്ടങ്ങളിലൊന്നും പോകുന്നതല്ല, പക്ഷേ നമ്മളെ ഇതൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചു തരാനും നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി നമുക്ക് ഈ പൂത്തുണ്ട് എസ്റ്റേറ്റിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഈ എസ്റ്റേറ്റിലേക്കുള്ള വെള്ളത്തിൻ്റെ സോഴ്സ്. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് ഒരു 30 HP സബ്മേഴ്സിബിൾ പമ്പും ഉണ്ട്. 3 ഇഞ്ചിൻ്റെ HDP പൈപ്പ് വഴിയാണ് വെള്ളം ഔട്ടെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു മോട്ടോർ പിരീഡുണ്ട്. ഇതിനകത്ത് ഉള്ളത് 45 HP കിർലോസ്കർ എഞ്ചിനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു തോട്ടത്തിലേക്ക് വേണ്ടിയിട്ട് പമ്പ് ചെയ്യുന്ന പമ്പ് സിസ്റ്റം. ഇതാണ് കിർലോസ്കർ പമ്പ്. അപ്പോൾ ഈ കിർലോസ്കർ എഞ്ചിനിൽ നിന്നുള്ള ഔട്ടാണ് ഈ പോകുന്നത്. കണ്ടോ, നേരെ തോട്ടത്തിലേക്ക് പോകുന്നത് അലുമിനിയം പൈപ്പ് വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ല വാട്ടർ സോഴ്സ് ഉള്ള ഏരിയ ആണ്. ഇവിടെ നല്ല ഉറവയുണ്ട് ഈ ഒരു ഏരിയയിൽ. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ കാപ്പിത്തോട്ടവും പിന്നെ മുകളിലോട്ട് ഏലത്തോട്ടവും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ പൂത്തുണ്ട് എസ്റ്റേറ്റിലെ മാനേജറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൃഷിരീതിയെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും സാറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് നിക്സൺ. ഞാൻ ആലപ്പുഴയുള്ളതാണ്. എൻ്റെ ആലപ്പുഴക്കാരനാണ്. ഇവിടെ വന്നിട്ടിപ്പോൾ 45 വർഷമായി. ഓക്കെ, 45 വർഷമായി ഈ എസ്റ്റേറ്റിലുണ്ടായിരുന്നു വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ഏലത്തോട്ടം മുമ്പ് തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം ഇത് റീപ്ലാന്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇറിഗേഷൻ സിസ്റ്റം ചെയ്തിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട്? ഇറിഗേഷൻ സിസ്റ്റം ഇപ്പോൾ സുജയുടെ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായിട്ടുള്ളൂ. 1 വർഷം കഴിഞ്ഞു. പിന്നെ അതിൻ്റെ തന്നെയാണ് അതിപ്പം അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതെല്ലാം ഈ മണ്ണിൽ ഈ HDP പൈപ്പ് തന്നെ മണ്ണിൽ കുഴിച്ചിട്ട് ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മോസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ള നമുക്ക് ഏലകൃഷിക്ക് മൈക്രോ സ്പ്രിങ്ക്ലറൊക്കെയാണ്. പക്ഷെ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന സ്പ്രിങ്ക്ലർ സിസ്റ്റമാണ്. അതെ, ചെയ്യാൻ കാരണം ഈ ആനയുടെ ശല്യം, മൃഗങ്ങളുടെ ശല്യം കാരണമാണ്. അതാകുമ്പോഴത്തേക്ക് മൈക്രോ സ്പ്രിങ്ക്ലർ ആകുമ്പോഴത്തേക്ക് കൂടുതൽ ആന ചവിട്ടി കളയാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയ ചെടി ഉണ്ടെന്ന് കാണാമെന്ന് പറഞ്ഞല്ലോ സാറേ. അപ്പോൾ അവിടെ ഈ വർഷത്തെ ഈ സ്പ്രിങ്ക്ലർ ഇട്ട് 1 വർഷമായല്ലോ. അതെ അതെ. അപ്പോൾ നമ്മുടെ ഈൽഡിൽ വന്നേക്കുന്ന മാറ്റം എന്തൊക്കെയാകുന്നുണ്ട്? ഈൽഡ് ഇപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് കുറവായിരുന്നു. അതിന് മുമ്പത്തെ വർഷങ്ങൾ നല്ലതായിരുന്നു. ഇപ്പോൾ ഈ കൊല്ലം മെച്ചമായിട്ട് വരുന്നുണ്ട്. മെച്ചമായിട്ട് നന കൊടുക്കാൻ തുടങ്ങിയ പിന്നെ പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. മെച്ചമായിട്ട് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ടോട്ടലി നമ്മൾ വരവ് ചിലവ് കണക്ക് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? ഏലം ഇപ്പം ലാഭമാണ്. ഇപ്പം വിലയുള്ളത് കൊണ്ട് ഏലം കൃഷി ലാഭം തന്നെയാണ്. സാധാരണ നമുക്ക് ഈ ഒരു ഏലം കൃഷി ഇടുക്കി ജില്ലയിലും വയനാടിൻ്റെ കുറച്ച് ഭാഗത്താണ് കണ്ടിരുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ പാലക്കാട് ജില്ലയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഏലം കൃഷി. നെല്ലിയാമ്പതിൽ പണ്ട് തൊട്ട് ഏലം ഉണ്ടായിരുന്നു. നല്ല ഏലമായിരുന്നു നെല്ലിയാമ്പതിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഈ വില കുറഞ്ഞ സമയത്ത് എല്ലാവരും നിർത്തിപ്പോയതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പബ്ലിസിറ്റി വരായിരുന്നത്. ടോട്ടലി ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ ഇടുക്കിന്ന് വന്ന പോലും ഇവിടെ വന്നപ്പോൾ പാലക്കാടിലെ ഒരു ക്ലൈമറ്റ് അല്ല. കാരണം ഇവിടെ ഒരുപാട് വ്യത്യാസമാണ്. പാലക്കാടുമായിട്ട് ഒരുപാട് വ്യത്യാസം. നല്ല ചില്ലായിട്ടും കൂളായിട്ടുള്ള കാലാവസ്ഥ. ഓക്കെ, ഇപ്പം നമുക്ക് ഈ കൃഷിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരും വർഷത്തേക്കുള്ള ഇപ്പോഴത്തെ കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എങ്ങനെയാ കൂടുതൽ ഇപ്പം നമ്മുടെ ഒരു ഉൽപാദനം കാണുമ്പോഴും ചെടിയുടെ ഹെൽത്ത് കാണുമ്പോൾ നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടാവുമായിരിക്കുമല്ലോ. അടുത്ത കൊല്ലം കൂടുതൽ, അടുത്ത ഇനി വരുന്ന വർഷം കൂടുതലുണ്ടാവുന്നതാണ് പ്രതീക്ഷ. കൂടുതൽ ഈൽഡുണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമസ്കാരം, ഞാൻ വെങ്കട്ടരാമൻ, സുജ ഇറിഗേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മൾ ഇന്നുള്ളത് നെല്ലിയാമ്പതി പൂത്തുണ്ട് എസ്റ്റേറ്റ്. പൂത്തുണ്ട് എസ്റ്റേറ്റ് ബേസിക്കലി അവർ കോഫി ഗ്രോവേഴ്സാണ്. അവർക്ക് 400 ഏക്കർ കോഫി ഉണ്ട്. അതിൽ ഒരു 10-25 ഏക്കർ അവർ ഇപ്പോൾ കാടമം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
അതിലൊരു 10-15 ഏക്കർ നല്ല ഈൽഡ് ആയിക്കഴിഞ്ഞു. ഒരു 5-6 ഏക്കർ ഇപ്പോൾ പുതുതായിട്ട് റീപ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ സ്പ്രിംഗ്ലേഴ്സ് ഓപ്പറേറ്റ് ചെയ്ത് 1 വർഷം 2 വർഷം ആയിക്കഴിഞ്ഞു. നമ്മളുടെ കൂടെയുള്ളത് ഒരു എസ്റ്റേറ്റിലെ അസിസ്റ്റൻറ്റ് മാനേജർ നിക്സൺ നമ്മളുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ നമുക്ക് ഈ 1 വർഷമായിട്ട് നമ്മൾ ഈ സ്പ്രിംഗ്ലറിൽ ഓപ്പറേറ്റ് ചെയ്ത് നിങ്ങളുടെ തോട്ടം കാര്യങ്ങൾക്കെല്ലാം പൊതുവെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് പറയൂ പ്ലീസ്. അത് നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല ക്രോപ്പും കിട്ടിയിട്ടുണ്ട് ഇറിഗേഷൻ്റെ ബേസിൽ. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്തതാണ് ഈ ചെടികൾ. ഇത് 7 മാസം പ്രായമാണ്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പം സ്പ്രിംഗ്ലർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പല കൺസേൺസ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ ഏരിയ എല്ലാം ആന അധികമായതുകൊണ്ട് നമ്മളുടെ മെയിൻ ലൈൻസ് എല്ലാം നമ്മൾ ഭൂമിക്കുള്ളിൽ ഇടേണ്ടി വന്നു. മാറ്റുന്ന കുറച്ച് പൈപ്പ് മാത്രമേ നമുക്ക് പുറത്ത് വെക്കേണ്ടി വന്നുള്ളൂ. പിന്നെ നമ്മളിലുള്ള 40 HP ഇലക്ട്രിക് മോട്ടർ 20 HP ഇലക്ട്രിക് മോട്ടർ വളരെ അടുത്തായതുകൊണ്ട് കുറച്ച് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഓവർകം ചെയ്തപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് 1 വർഷം നമ്മൾ സക്സസ്ഫുള്ളായി പോയി കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത സെക്കൻഡ് ഇയറിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് അതിലൊരു നമ്മളുടെ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ വന്ന ചില നമ്മളുടെ കാര്യങ്ങൾ. അതല്ലേ ശരിയല്ലേ? അതെ, 10 ഏക്കറിൽ നമ്മളിപ്പം പൈപ്പ് കുഴിച്ച് തന്നെ ഇട്ടിരിക്കുന്നത് എല്ലാം HDP കുഴിച്ചിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ 5 ഏക്കറിനകത്ത് നമ്മൾ ഇപ്പോൾ പൈപ്പ് നമ്മൾ ഈ കുറച്ച് മാറ്റുന്ന 3 ഇഞ്ചിൻ്റെ പൈപ്പ് തന്നെ ഇട്ടിരിക്കുന്നത്. പൈപ്പ് സ്പ്രിംഗ്ലറുമാണ്. മാറ്റുന്ന രീതിയിലാണത്. സ്വാഭാവികം. ആദ്യം നമ്മൾ മൈക്രോ സ്പ്രിംഗ്ലേഴ്സ് ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഒരുപാട് പൈപ്പുകളും കാര്യമായതുകൊണ്ട് ആനയുടെ കഷ്ടം എന്നുള്ളതുകൊണ്ട് നമ്മൾ സ്പ്രിംഗ്ലറിലേക്ക് മാറുക ചെയ്ത്. ആദ്യം നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഡിസൈനിങ്ങിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. അതെ. പക്ഷേ നമ്മൾ സ്പ്രിംഗ്ലർ ഇട്ടിന് യാതൊരു വിധമായ കുറവില്ല. ചെടി നല്ല ഗ്രോത്ത് ഉണ്ട്. കാര്യങ്ങൾ ഈൽഡ് കാര്യങ്ങൾക്കൊന്നും യാതൊരു വിധമായ കുറവും കാണുന്നില്ല. അതെ. അപ്പോൾ നിക്സൺ, നമുക്ക് നിങ്ങളുടെ ഈ സിസ്റ്റമെല്ലാം ഇട്ടതിന് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ നെല്ലിയാമ്പതി ഏരിയയിൽ ഒരു 3-4 എസ്റ്റേറ്റ് കൂടി കാണാൻ വേണ്ടി ഇങ്ങനെ വന്നായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ എസ്റ്റേറ്റ് ഇങ്ങനെ കയറിയത്. അദ്ദേഹം ബാക്കിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയൂ. ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു. ഇത് HDP ആണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത്. മറ്റത് നമ്മുടെ അലുമിനിയം പൈപ്പായിരുന്നു. ഇപ്പോൾ ഇറിഗേഷൻ സിസ്റ്റം മൊത്തം അലുമിനിയത്തിലായിരുന്നപ്പോഴാണ് ഈ ആനകൾ ചവിട്ടി ഒരുപാട് ഡാമേജ് വരുത്തിയിട്ടുണ്ട്. ഈ കിടക്കുന്നതെല്ലാം കഴിഞ്ഞ 1 വർഷം ചവിട്ടി പൊട്ടിച്ച് കളഞ്ഞതാണ്. ഇതെല്ലാം മീതെ ഇട്ടുകൊണ്ടല്ലേ? അതെ. അപ്പോൾ ഈ പ്രാവശ്യം ചെയ്തേക്കുന്ന എല്ലാം നമ്മുടെ മറ്റേ സിസ്റ്റത്തിലാണ്. അതായത് നമ്മൾ HDP പൈപ്പിലാണ് കുഴിച്ചിട്ടിരിക്കുന്ന രീതിയിലാണ്. ഓക്കെ. അലൂമിനിയം പൈപ്പിൻ്റെ തന്നെ ആയാലും 5 ഇഞ്ചും 4 ഇഞ്ചിൻ്റെയും വാഷറുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം സ്വാമി എടുത്ത് പറഞ്ഞ സ്വാമിയാണ് ഇതെല്ലാം ഇപ്പോൾ അയച്ചു വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ HDPയിലേക്ക് പൂർണ്ണമായിട്ട് മാറിയില്ലേ? അതെ. ഇതിപ്പോൾ ഈ കിടക്കുന്ന അലുമിനിയം പൈപ്പുകൾ നമ്മൾ കാപ്പിക്കാട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ അത് 5ഉം 4ഉം കഴിഞ്ഞിട്ട് ബാക്കി 3 ഇഞ്ചിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവരുടെ സർവീസ് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് ഒരു സൗകര്യം ഉണ്ടല്ലേ? അതെ, ഉണ്ട്. ഇപ്പം നമ്മൾ അത്യാവശ്യം പ്രായമുള്ള ചെടിയിലാണ് വന്നിരിക്കുന്നത് തോട്ടത്തിൽ. അതെ. അപ്പോൾ ഇവിടെ നമ്മുടെ സ്പ്രിംഗ്ലർ റൺ ചെയ്യുന്നതല്ലേ? അതെ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഈൽഡിലുണ്ടായ വ്യത്യാസം ഒന്ന് പഴയതായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ സാറൊന്ന് പറഞ്ഞു തരണം. ഇത് ചെയ്തേ പിന്നെ കുറച്ച് ഈൽഡ് കൂടുതലുണ്ട്. ഇതിപ്പോൾ തിരുതാളി ഇനത്തിൽപ്പെട്ട ചെടിയാണത്. ഇതാണ് ചെടിയല്ലേ? അതെ, തിരുതാളി. അത് ഇടിക്കുന്നതിനെ കൊണ്ടുവന്നാണത്. അപ്പോൾ നല്ല ഈൽഡിലേക്ക് വരുമ്പോൾ നല്ല ഇപ്രാവശ്യം അടിച്ചത് വള്ളിയൊക്കെ നല്ലതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള ശരം അടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുണ്ടോ പ്രൊഡക്ഷനിലും നല്ല ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ പ്രോപ്പറായിട്ട് വേനൽക്കാലത്തും നന കൊടുക്കാൻ തുടങ്ങിയ പിന്നെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അതുകൊണ്ട് ഓർഡറിൽ നമുക്ക് ഈ തോട്ടമൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് നടന്ന് കാണാം. കണ്ടോ, നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണിത്. സാറേ, നമ്മളിവിടെ കൊടുക്കുന്ന വളപ്രയോഗങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വളം നമ്മൾ NPK കൊടുക്കുന്നുണ്ട്. കൂടാതെ ജൈവവളങ്ങളും കൊടുക്കുന്നുണ്ട്. എല്ലാവരും വേപ്പ് പിണ്ണാക്ക് അതെല്ലാം കൊടുക്കാറുണ്ട്. അതുപോലെ പിണ്ണാക്കുകളെല്ലാം. അപ്പം ഈൽഡും നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഓവറിൽ ഇപ്പോൾ നമുക്ക് തോട്ടം മൊത്തം ഏകദേശം കാണിച്ചാലാണല്ലോ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ആ ഒരു അത്യാവശ്യം നല്ല രീതിയാണ് ഇത്. അതെ, ട്രസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ട്രസ് ചെയ്ത ചെടികളായത്, അത് അങ്ങോട്ട് ട്രസ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. എന്നിരുന്നാലും നമുക്ക് ഇതുണ്ട് ഈൽഡൊക്കെ നമുക്ക് നടന്ന് കാണാൻ സാധിക്കും. കണ്ടോ, അപ്പോൾ ഇങ്ങോട്ട് കാത്തെടുക്കാറായതല്ലേ? അതെ. പണി നടന്നുകൊണ്ടിരിക്കുന്നൊരു തോട്ടമാണ്. ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് നിങ്ങൾ നേരിടുന്ന ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ നമുക്ക് ആനയാണല്ലേ? മൃഗങ്ങളുടെ ഇത് കണ്ടല്ലേ, കഴിഞ്ഞ ആഴ്ച കയറി ഈ ചെടിയെല്ലാം ചവിട്ടി ഒടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇതുണ്ട്. അപ്പോൾ ഈ ആനേനെ പേടിച്ച് തന്നെയാണ് നമ്മളിങ്ങനെ ആനപ്പിണ്ടം ആനേനെ പേടിച്ച് തന്നെയായിരുന്നല്ലേ നമ്മൾ ഈ മണ്ണിനടിയിൽ കൂടെ പൈപ്പ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. മറ്റേത് ഒരുപാട് അലുമിനിയം പൈപ്പൊക്കെ ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ.
ആ ചെടിയൊക്കെ ആന ചവിട്ടി ഓടിച്ചതാണ്. ആ ചെടി കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ആന ഓടിച്ചതാണ്. ഇതെല്ലാം ആന ചവിട്ടിയേക്കുന്നത്. ആന ചവിട്ടിയതാണ്. ഇതെല്ലാം ഓടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു മൃഗങ്ങളുടെ ശല്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. ഇവിടെ പ്രോപ്പറായിട്ട് നമ്മളിങ്ങനെ നന കൊടുത്തതിൻ്റെ ഒരു മാറ്റമാണ് മൊത്തം. അതെ അതെ, നന കൊടുത്ത് തന്നെയാണ് ശരങ്ങൾ ഇപ്പോൾ ചാടാൻ തുടങ്ങിയല്ലോ. അപ്പോൾ വരും വർഷത്തിലേക്ക് നമുക്ക് നല്ലൊരു പ്രതീക്ഷ തരുന്ന രീതിയിലാണ്. അതെ, ക്രോപ്പ് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ക്രോപ്പ് ഈ പ്രാവശ്യം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത് 3 ഇഞ്ചിൻ്റെ പൈപ്പ് തന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ മണ്ണിൻ്റെ അടിയിൽ കൂടെ കുഴിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ വാൽവാണ് ഈ കാണുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു മണ്ണിക്കട കുഴിച്ചിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്മൾ മൃഗങ്ങളിൽ നിന്നും ഈ ഓസ് സംരക്ഷിക്കുന്നതല്ലേ? അതെ അതെ. ഇതിലാണ് ഇതിൻ്റെ പൂ കുത്തുന്നത്. QRC അല്ലേ? അതെ അല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ അവിടെ തികച്ചും വ്യത്യസ്തമായിട്ട് മണ്ണിന് പുറത്തോടെയാണ് ഇതെല്ലാം ഇട്ടേക്കുന്നത് അങ്ങനെ. പക്ഷേ അവിടെയാണെങ്കിൽ ഇതുപോലെ മണ്ണിനിടയൊക്കെ കുഴിച്ചിടുവാണെങ്കിൽ, പക്ഷേ ഇതിങ്ങനെ കുഴിച്ചിടുമ്പോൾ മണ്ണുപണിയൊക്കെ എങ്ങനെയാണ് സാറേ? അല്ല, മണ്ണുപണിയൊന്നും ഇല്ലല്ലോ. പിന്നെ അല്ല, കുഴിച്ചിട്ട് 1 അടി താഴ്ച കുഴിച്ചിട്ടിരിക്കുമല്ലേ, പിന്നെ വേറെ മണ്ണുപണിയൊന്നും ചെയ്യാനില്ലല്ലോ അതിൽ. ഓക്കെ. അപ്പം മണ്ണുപണിയൊന്നും നമ്മുടെ തോട്ടത്തിലില്ല. അല്ല, മണ്ണുപണി എന്ന് വെച്ചാൽ ഇപ്പം കുത്തിളക്കാന്ന് വെച്ചാൽ ചെടിക്ക് ചുറ്റുമല്ലേ കുത്തിളക്കുന്നുള്ളൂ. അതേ ഉള്ളൂ. അതെ അതെ. അല്ല, പഴയ പോലെ നമുക്ക് വെട്ടുകളെ അങ്ങനെയില്ല, വെട്ടുകളില്ല. ഓക്കെ ഓക്കെ. അല്ല, കാട്ടിനുള്ളിനേക്കാളും റോഡിൽ കൂടെ തന്നെയാണ് ഇത്, ഈ കുറുക്കിൽ കൂടെ തന്നെയാണ് നേരെ പോകുന്നത്. ഇങ്ങനെയുള്ള റോട്ടിൽ കൂടെ തന്നെയാണ് ഈ മെയിൻ ലൈൻ ഇടുന്നത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. ഇതാണ് ഏലത്തോട്ടത്തിൽ വെച്ചിരിക്കുന്ന QRC. അപ്പോൾ ഇത് മണ്ണിനടിയിലൂടെയാണ് നമ്മുടെ ഈ ഒരു HDP പൈപ്പ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മളിതുപോലെ വെള്ളമടിക്കുന്ന ഓസ് നമ്മളൊരു ടോപ്പ് വെച്ച് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇത് നമ്മുടെ തോട്ടത്തിലേക്ക് നനയ്ക്കാനുള്ള സ്പ്രിങ്ക്ലർ സിസ്റ്റത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്കിത് റണ്ണാക്കിയിട്ട് കാണാം. വേണ്ട, ഒരു ട്രൈപോഡ് സിസ്റ്റമാണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വെച്ചാൽ പോർട്ടബിളാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് നമുക്ക് ഈ ഒരു ട്രൈപോഡ് സിസ്റ്റം വെച്ച് നമുക്ക് കൊണ്ടുപോകാം. ഇത് കണ്ടോ, ടോപ്പിൽ സ്പ്രിങ്ക്ലർ ഇരിക്കുന്നുണ്ടോ? ഇതാണ് ആ ഗണ്ണ്. അപ്പോൾ ഇവിടെ നമ്മൾ നനച്ച് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ലൊരു ഏരിയ കവർ ചെയ്യുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സ്പ്രിങ്ക്ലറിൻ്റെ ഈ ഒരു സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ മണ്ണിനടിയിൽ കൂടെ 4 ഇഞ്ചിൻ്റെ ഓസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വിടുന്ന സമയത്ത്, അതുപോലെ QRC ഉണ്ടോ ജസ്റ്റ് ഓപ്പണിലായിരിക്കുന്നത്, അങ്ങനെ ആനയോ അല്ലെങ്കിൽ മറ്റ് വന്യജീവികളൊക്കെ വന്ന് ചവിട്ടുകയോ ഓടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇത് നമുക്ക് ആവശ്യം കഴിയുമ്പോൾ നമുക്ക് റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി ഈ ഓസും അതോടൊപ്പം തന്നെ ഈ ട്രൈപോഡും സ്പ്രിങ്ക്ലറും എല്ലാം കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നമുക്ക് ആനശല്യമോ അതുപോലെ തന്നെ ഏത് വന്യജീവികളുടെ ആണെങ്കിലും ശല്യമുള്ളിടത്ത് നമുക്ക് ഈ ഒരു സ്പ്രിങ്ക്ലർ സിസ്റ്റം നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കേട്ടോ. ഈ വൈകിയ വേളയിലും നമ്മുടെ ഈ തോട്ടത്തിക്കിടൊക്കെ നടന്ന് എല്ലാം കണ്ടു. അപ്പോൾ സാറേ, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നല്ലോ. അത് വളരെ അധികം ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി. അതുപോലെ നമ്മുടെ കർഷകർക്കും വളരെയധികം നല്ല ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തോട്ടത്തിൽ വെച്ച് നമുക്ക് ഇതേപോലെ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തന്നല്ലോ. അതിന് ഒരുപാട് നന്ദി കേട്ടോ. താങ്ക് യു.